വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫൈനലി ബോർഡിംഗ് പാസ് കിട്ടി. ഞങ്ങളിന്നൊരു ഓഫീസ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഈജിപ്തിൽ പോവുകയാണ്. അപ്പോൾ സോ എക്സൈറ്റഡ്. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ, എക്സെപ്റ്റ് UAE. അപ്പം സോ എക്സൈറ്റഡ്. എൻ്റെ കൊളീഗ്സൊക്കെ ഉണ്ട് കൂടെ. പലരും പല വഴിക്കും പോയേക്കണേണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഏകദേശം 3 days ട്രിപ്പാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഹലോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ദുബായിൽ നിന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് സെയിം ലൈക്ക് ഇന്ത്യയിൽ. ഇപ്പോൾ അവിടെ 2 മണിക്കൂർ പുറകോട്ടാണ്. ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടിയത് ചിക്കൻ ബിരിയാണി കബാബായിരുന്നു. അതിനുശേഷം ഞങ്ങളിരുന്ന് മൂവീസ് കണ്ടു. പിന്നെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങളിതേ ലോകം മുഴുവനും കറങ്ങി കാണുമായിരുന്നു. അങ്ങനെ എത്താൻ പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളങ്ങനെ എത്തി. അങ്ങനെ സമയം ഞങ്ങൾ ഫുൾ കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈജിപ്ത് എത്താറായി. ഫ്ലൈറ്റിൻ്റെ വെളിയിലുള്ള കാഴ്ചകളൊക്കെ ആട്ടോ നിങ്ങൾ കാണുന്നത്. ഹലോ. അപ്പോൾ ഞങ്ങൾ ഈജിപ്തിലുള്ള ഫീനിക്സ് എയർപോർട്ടിലെത്തി. ഇവിടെ സമയം 11:20. അപ്പോൾ ഞങ്ങൾ ഇമിഗ്രേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ ലഗേജൊക്കെ കെട്ടി ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇവിടെ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ $8 കൊടുക്കണം. എന്നാൽ മാത്രമേ ഇവിടെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ ഓഫീസിലെ കൊളീഗ്സ്. എല്ലാവരും ലഗേജ് എടുത്തിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ബാക്കിയുള്ളവരുടെ സ്റ്റാമ്പിങ് കഴിയാനായിട്ട്. സമയം കൊണ്ട് എല്ലാവരും കൊണ്ട് വീഡിയോയും ഫോട്ടോയും എടുത്തു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 20-25 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ നാളെ അവർ ടൂർ ഗൈഡ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. നാളെ ഞങ്ങൾ പിരമിഡും അതുപോലെ ഈവനിങ് നൈൽ ക്രൂസിലാണ് പോകുന്നത്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും, നല്ല ജാക്കറ്റൊക്കെ എടുക്കണം. അതുപോലെ ഞങ്ങൾ എയർപോർട്ടിൽ ഇവിടെ ലാൻഡ് ചെയ്തപ്പോഴും നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂം ഏകദേശം എത്താറായി. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാട്ടോ. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പുതിയ ഈജിപ്ഷ്യൻ ഗ്രാൻഡ് മ്യൂസിയം. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് എല്ലാവർക്കും ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങും ബർത്ത്ഡേ ഗിഫ്റ്റും തരാറുണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ടിനും വാങ്ങാൻ സാധിച്ചില്ല. അത് എന്തായാലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കൈമാറി. 2 പേർക്കും ഹെഡ്സെറ്റാണ് കിട്ടിയത്. ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലെത്തി ഏകദേശം 1:30 ആകാറായി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബഹളവും കാഴ്ചകളൊക്കെ ആയിട്ടോ കാണുന്നത്. നല്ല അടിപൊളി ഫെസിലിറ്റീസാണ് കേട്ടോ ഹോട്ടൽ ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞങ്ങളിപ്പോൾ റൂമിലെത്തി. അപ്പോൾ ഹോട്ടലിൽ വന്നപ്പോൾ ഫസ്റ്റ് അവർ തന്നത് ഹിബിസ്കസ് ജ്യൂസാണ്. ഇത് നേരൊരു തണുപ്പുണ്ട്. ഇത് ചൂടാക്കി നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നു. ഈ ബ്ലഡ് പ്രഷറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇവിടെ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കുടിക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഫ്രഷ് ആയിട്ട് എഗ് ഓംലെറ്റ് ഉണ്ടാക്കി തരുവാണ്. എല്ലാവരും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ നാട് പോലെയാണ്. ശരിക്കും ഓട്ടോ ഒക്കെ കണ്ടായിരുന്നു. പിന്നെ അതുപോലെ എമിഗ്രേഷൻ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റത്തില്ല. അവിടെ പഴയൊരു സിസ്റ്റം ആയിരുന്നു. നമ്മൾ UAE അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെ ഐ ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല പാസ്പോർട്ട്. ജസ്റ്റ് അവർ ഇപ്പോഴും എഴുത്തും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്, സ്റ്റാമ്പിങ്ങൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ ഹോട്ടലിലെ ലിഫ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടൈപ്പ് ഓട്ടോമാറ്റിക്കല്ല, നമ്മൾ പുഷ് ചെയ്ത് തുറക്കണം. അങ്ങനെ ഞങ്ങൾ എന്താണെന്നറിയാണ്ട് ഇച്ചിരി പെട്ടുപോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും അവിടെ പിരമിഡ്സൊക്കെ.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിരമിഡ് ഓഫ് ഗിസ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് എൻട്രി ടിക്കറ്റ്. ഇവിടെ സ്മോൾ പിരമിഡിൻ്റെ ചാർജ് എടുക്കുന്നത് 280 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. ഇപ്പം നമ്മൾ UAD കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 25 ദിർഹംസോളം വരും. അപ്പോൾ അതിന് സെപ്പറേറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട്, ചെറുതും വലുതുമായിട്ടുള്ള പിരമിഡ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ പോവാണ്. എൻട്രീൻ്റെ അവിടെ ഒത്തിരി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അത് ചെക്കിങ്ങിൻ്റെ സമയത്ത് സ്പീക്കേഴ്സും അങ്ങനത്തെ മൈക്രോഫോൺസും ഒന്നും അലൗഡ് അല്ല. സെക്യൂരിറ്റി റീസൺ കാരണം അത് അവിടെ പിടിച്ചു വെച്ചു. നമുക്കാണെങ്കിൽ ലോക്കറിൽ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഞങ്ങളുടെ കൂടെ ഒരു ഗവൺമെൻറ് നമ്മൾ ഉണ്ടായിരുന്നത് ഈജിപ്ഷ്യൻ്റെ. സോ അവർ സംസാരിച്ച് എനിക്കത് റിട്ടേൺ തന്നു. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ ചെറിയ പിരമിഡും വലുതും ഉണ്ട്. അതിന് എൻട്രൻസ് ഫീസ് സെപ്പറേറ്റ് ആണ്. ഞങ്ങളിപ്പോൾ ഗിസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പിരമിഡിൻ്റെ അകത്തേക്ക് എൻട്രി ആവുക. സോ അതിനുള്ള പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞവരെ നല്ല റഷ് ഉണ്ടാവും എന്ന് പറയണു. അപ്പോൾ ഗൈഡ് ഉണ്ട് നമുക്ക് ഓൾറെഡി. അപ്പോൾ അവരെ ഫോളോ ചെയ്യാനാണ് പറയണത്. പിരമിഡിൻ്റെ അകത്തേക്ക് പോകുന്നെങ്കിൽ വണ്ടികളൊന്നുമില്ല. അതവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുന്നാണ് ഈ ക്യാമലും ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം കേട്ടോ. കാരണം ഇതുപോലത്തെ പിരമിഡ്സ്, മമ്മീസ്, അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ പറ്റുന്ന ഇത് മാഗ്നറ്റ്, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട്. ഞങ്ങൾ പിരമിഡിൻ്റെ അകത്തേക്ക് കയറാൻ പോവാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല. അതുള്ള അതിൻ്റെ വീഡിയോ എടുക്കണ്ടേ. കവടം പോലും അതിനകത്തോട്ട് കയറാൻ പോവാട്ടോ. കളക്കാണ്. ഇതിൻ്റെ അകത്ത് എത്തി ഭയങ്കര ചൂടാട്ടോ. കാരണം ഇത്രയേ ഉള്ളൂ സംഭവം. പിരമിഡിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ്. ഇത്രയേ ഉള്ളൂ. മമ്മീനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നോക്കട്ടെ. അതുപോലെ ഭയങ്കര സ്മെല്ലും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ എക്സിറ്റ് ആവുകയാണ്. ഫസ്റ്റ് അവർ പറഞ്ഞത് ക്യാമറ അലൗഡ് അല്ല എന്നാ. പക്ഷെ അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതുണ്ടായിരുന്ന മമ്മിയുടെ സ്റ്റാച്യൂസ് ഒക്കെ ഓൾഡ് മ്യൂസിയത്തിലേക്ക് മാറ്റി എന്നാണ് പറഞ്ഞത്. സോ ഇതൊക്കെ ഇവിടെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആട്ടോ. ഈ പിരമിഡിൻ്റെ ഔട്ട് സൈഡ് ഇഷ്ടംപോലെ സ്റ്റാച്യൂസും കുറേ തിങ്സൊക്കെ ഉണ്ട് നമ്മൾ ടൂറിസ്റ്റ് ആൾക്കാർക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ടീംസ് കുറച്ച് പേര് നമ്പർ കൊടുത്തിരുന്നു ക്യാമൽ റൈഡിന്. അപ്പോൾ അവരോട് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഈജിപ്ഷ്യൻ പൗണ്ട് 100 ആണ് വരുന്നത്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ദിർഹംസ് വളരെ ചീപ്പായിട്ടോ. ഏകദേശം 10 ദിർഹംസ് എന്തോ വരുന്നുള്ളൂ. ഇൻഫർമേഷൻ ചേഞ്ച് ഉണ്ട്. ആക്ച്വലി നമ്മൾ കുറച്ച് പേര് ക്യാമൽ റൈഡിലൊക്കെ കയറി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് തന്നെ പോവാണ്. സോ പിരമിഡിന് അടുത്ത് വരെ ബസ് പോകും. അപ്പോൾ നമ്മൾ അടുത്ത അങ്ങോട്ടേക്കാട്ടോ. കാണുന്നത് ക്യാമൽ റൈഡ്സ് ആണ്. അഡീഷണൽ പേയ്മെൻ്റ് ഉണ്ട്. 100 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പിരമിഡിൻ്റെ അങ്ങോട്ട് പോവാട്ടോ എല്ലാവരും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തോർത്തൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഉണ്ടെന്ന് ഇവിടെ നിൽക്കായിരുന്നല്ലേ. അങ്ങനെ ഞങ്ങൾ ഇപ്പം പിരമിഡിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് 7 വണ്ടേഴ്സിൽ പെടുന്ന പിരമിഡാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മേലെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഏകദേശം ഇവിടുന്ന് 20 മിനിറ്റ്സ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തുള്ളൂ. ജസ്റ്റ് അതിൻ്റെ മേലെ കയറാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനും മാത്രം. നല്ല അടിപൊളി വ്യൂ ആട്ടോ. നമുക്ക് ഇവിടെ നിന്ന് മേലെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ടൗണൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും. കാണുന്ന പിരമിഡിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അതിന് സെപ്പറേറ്റ് എൻട്രി ഫീസ് ഉണ്ട്. പിരമിഡ് ഓഫ് ഗിസ കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് ട്രാവൽ ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം.